ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. എപ്പിറാ നിങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ സിനിമയൊക്കെ ചെയ്യാൻ പറ്റുന്ന, അത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന, അതെല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഹോളിവുഡ്? എപ്പിറാ ഹോളിവുഡിനാ ഹോളിവുഡാ. ഹ്യൂഗ് ജാക്ക്മാൻ ആണ് നായകന്, നമ്മളെ വോൾവറിൻ. പുള്ളിക്കാരൻ ഈ സിനിമ 1:45, അതായത് 1 മണിക്കൂർ 45 മിനിറ്റോളം ഉണ്ട്. ഇതിൽ ഏറ്റവും കുറച്ച് സമയമുള്ളത് ഈ നായകനായ ഹ്യൂഗ് ജാക്ക്മാൻ ആണ്, വോൾവറിനാണ്, ജോർജ് ഹാർഡിയാണ്. ഈ പുള്ളിക്കാരൻ ഒരു ആട്ടിടയനാണ്. ആ സിനിമ കാണുമ്പോൾ നമുക്ക് അവിടെ എത്താൻ തോന്നും. ഒരു സിമ്പിൾ പടം, ഒരു കോമഡി സംഭവം. അതിലൊരു കോർ ഐഡിയ എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി മർഡർ ആണ്. അതിന് എത്രത്തോളം ലാഘവത്തോടെ, എത്രത്തോളം സ്മൂത്ത് ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ക്ലൈമാക്സ് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ആ ഒരു സ്ഥലത്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ സ്ഥലം എന്തുവാടാ, ഇതെന്ത് ലൈഫ്. നമ്മൾ ഈ ലിയോ ടൈപ്പ് പറയല്ലോ, പാർത്ഥിവന്റെ ലൈഫാണ്. കാശ്മീരിൽ ഒളിച്ചു പോയിട്ട് ഒരു കഫേ അല്ലെങ്കിൽ ഒരു ബേക്കറി ഇട്ട് അവിടെ ഭാര്യയും മക്കളായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊരു സെറ്റപ്പാണ്. ഇവിടെ ഭാര്യയും മക്കളും ഇല്ല, പുള്ളിക്കാരനും കുറച്ച് ആടുകളും ഒക്കെയാണ്. ഈ ആടുകള്, അതായത് ആ ആട്ടിടയൻ, ആ ഒരു യജമാനന്റെ കൊലപാതകം, ഒരു യജമാനൻ മരിച്ചു പോകുന്നു, ആ യജമാനെ ആര് കൊന്നു, എന്തിനു കൊന്നു എന്നുള്ളത് ആടുകൾ കണ്ടുപിടിക്കുകയാണ്. അതാണ് ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എന്ന പേര് സൂചിപ്പിക്കുന്നത്. ഈ ആടുകൾ അവിടുത്തെ പോലീസുകാർക്ക് സൈൻ കൊടുക്കുന്നു, സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് അറിയിപ്പിച്ചു കൊടുക്കുന്നു. അതൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. കാരണം എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഇത് കാണിച്ചു കൊടുക്കുന്നത്. കാരണം അത് തുടക്കത്തിൽ തന്നെ ഹ്യൂഗ് ജാക്ക്മാൻ ഈ ആടുകൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. ഡിറ്റക്റ്റീവ്സ് കഥകൾ, നോവൽസ് എപ്പോഴും ഇങ്ങനെയാണ് ഒരു ക്രൈം നടക്കുന്നത്, ഇങ്ങനെയായിരിക്കും അവിടെ ഒരാളെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 മെയിൻ കഥാപാത്രങ്ങൾ, ലില്ലിയും സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ 2 ആടുകളുണ്ട്. രണ്ടും എന്ത് ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കറുത്ത മുട്ടനാടുണ്ട്, ഓരോ സാധനമാണ് ആ ഒരു ആട്. പുള്ളിക്കാരൻ ആ ഒരു പട്ടിയുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഒരു ആടിനെ കൊണ്ട് ഒരു ഓറ കാണിക്കുക. അതും ഞാൻ മലയാളം ഡബിലാണ് കണ്ടത്. ഞാൻ സാധാരണ തമിഴ് ഡബിലാണ് എല്ലാ ഇംഗ്ലീഷ് സിനിമകളും കാണാറുള്ളത്. ബട്ട് ഇതെന്തോ മലയാളം ഡബില് കണ്ടാൽ കൊള്ളാമെന്ന് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മലയാളം ഡബില് കണ്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു മലയാളം ഡബിങ്ങിൽ ആ ഒരു സൗണ്ട് മോഡുലേഷൻ ആയിരുന്നാലും ആ ഒരു ഡയലോഗ് ആയിരുന്നാലും എനിക്ക് പേടിയാണ്. ആ ഒരു ആടുകൾ തമ്മിൽ സംസാരിക്കുന്ന അവര് തമ്മിലുള്ള ഒരു കോമഡി വർക്ക്ഔട്ടായി. അത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അസ് നമ്മളല്ലേ അങ്ങനെയൊക്കെ കോമഡി പറയുന്നത്. നിങ്ങളൊക്കെ ഒരു ആടുകളാണെന്ന് ആടുകൾ തന്നെ ആടുകളോട് ചോദിക്കും, ആടുകൾ പറയുന്നത് പിന്നെ നമ്മൾ താറാവാണോ. ഒരു സിമ്പിൾ കോമഡികളും കാര്യങ്ങളൊക്കെ അവിടെ അവർ പറയുന്നുണ്ട്. കാരണം അവരുടെ ഇമോഷൻസ് തമ്മിൽ, വിന്റർ ലാമ്പ്, നീ നമ്മളെ കൂട്ടത്തിലുള്ളതല്ല, നീ വേറെ കൂട്ടത്തിലുള്ളതാണ്, എന്നിട്ട് അവർ ചേരുന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു ബ്ലിസ് ആയിട്ടാണ് എനിക്ക് തോന്നിയ ആ ഒരു പടം. ഒരു ആടുകളെ വെച്ച് ഒരു സിനിമ. ഇതിൽ ഏറ്റവും വിറ്റ് എനിക്ക് തോന്നിയത്, ഇതിലൊരു പോലീസുകാരനുണ്ട്, ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എന്താണ് ആ പോലീസ് സ്റ്റേഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെനിക്ക് അറ്റ് ദ സെയിം ടൈം ഒരു ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. കോമഡി മീൻസ് ഒരു സാറ്റിസ്ഫൈ കോമഡി. അതായത് ആ ഒരു പോലീസ് ഒരു ചെറിയൊരു മണ്ടനാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അവിടെ ഒരു ബ്രൂക്ലിൻ എന്നാണ് സ്ഥലത്തിന്റെ പേര്, ഡിബ്രൂക്ലിൻ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അവിടെ അങ്ങനെ അനീതികളോ കുറ്റകൃത്യങ്ങളോ നടക്കാറില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കാണിച്ചിരിക്കുക. എന്നിരുന്നാലും അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഒറ്റ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനാണെങ്കിൽ പുറത്ത് നോക്കുമ്പോൾ ഈ പബ്ബിലൊക്കെ വെളിയിലൊക്കെ ഈ ലൈറ്റിങ്ങിന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കൂലേ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ, ഈ കളർ ലൈറ്റിൽ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അകത്താണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ആരും ഇല്ല, ഒരു സൗണ്ടും ഇല്ല. പിന്നെ ഒരു സെല്ലൊക്കെ ഉണ്ട് കേട്ടാ, പ്രിസണർ ഇടാനൊക്കെ. അതൊക്കെ ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ തോന്നി. ഇങ്ങനെയൊക്കെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കാമോ എന്നുള്ളത്. അതിൽ അഭിനയിച്ച എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചു. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു മിസ്റ്ററി നടന്നു. തുടക്കം നമുക്ക് കാണുമ്പം എന്തോ വലിയൊരു കൊലപാതകം, എന്തോ ഒരു സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷെ അത് ചെറിയൊരു കൊലപാതകം, ചെറിയൊരു മാറ്റർ, പക്ഷെ ഇടയിലൊരു ട്വിസ്റ്റും ടേണൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ പ്രഡിക്റ്റബിൾ തന്നെയാണ്. എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എന്നിരുന്നാലും അത് മാറി തിരിയുന്നുണ്ട്, ഇയാളാണ് അയാളാണെന്നൊക്കെ. നല്ലൊരു പടം തന്നെയാണ്, ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. ഒരു എപ്പോഴും അടിപ്പടം, ഇടിപ്പടം, സൗണ്ട് അലറി വിളിക്കുന്ന പടമൊക്കെ കണ്ട് ഈ ഒരു പടം കാണുമ്പോൾ നമുക്ക് ഒരു സമാധാനമായിട്ട്, ഒരു വലിയ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പതിയെ ഫോണിലിരുന്ന് ഇങ്ങനെയാണല്ലേ. അത് ആടുകളാണ് മൊത്തം പടത്തിൽ. ഇത് ആനിമേ പടമാണോ അതോ കാർട്ടൂൺ പടമാണെന്ന് എനിക്ക് പിടികിട്ടില്ല.
ഫുൾ ആടുകൾ ഇന്ന് സംസാരിക്കുകയാണ്, ആടുകളുടെ ആ ഒരു ഫീലിങ്സ്, ആടുകൾ രക്ഷപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അതിൽ ആ സെബാസ്റ്റ്യൻ എന്ന ആട് വന്ന് ഒരു വലിയൊരു മാസ് കാണിക്കുന്നു. അതിൽ ലില്ലി എന്ന ഒരു ബുദ്ധിയുള്ള ഒരു ആട് വന്ന് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാവരെയും കൂട്ടുപിടിക്കുന്നു. അങ്ങനത്തെ പല, അതായത് നമ്മളെ ഇതിൽ പല മെസ്സേജുകളാണ് ഞാൻ കണ്ടത്. നമ്മളെ കൂട്ടത്തിലുള്ളവരെ അതായത് ഒതുക്കി നിർത്തരുത്, എല്ലായ്പ്പോഴും നമ്മൾ അടുത്ത് നിർത്തണം, അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെ തരുന്നുണ്ട്. നമുക്ക് നന്ദി ചെയ്തവർക്ക് തിരിച്ച് നന്ദി ചെയ്യണം, നമ്മളെ യജമാനെ നമ്മളെ രക്ഷപ്പെടുത്തണം. അങ്ങനെ അവിടുത്തെ ഒരു മാസ് സീനുകളൊക്കെ ഉണ്ട്. അതിന് ഈ ഹ്യൂഗ് ജാക്മാന്റെ മകളായിട്ടൊരു പുള്ളിക്കാരി ഈ സിനിമയിൽ വരുന്നുണ്ട്. ആ പുള്ളിക്കാരിയെ പോലീസുകാരൻ ഫ്ലാറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ടൈമിലൊക്കെ നോക്കുന്ന ആ ഒരു കോമഡിയാണ്. ആ പോലീസുകാരൻ പക്ക കോമഡിയാണ്. ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്, ആടുകളാണ് മെയിൻ ഹീറോ, അവര് തന്നെയാണ്. കാരണം ഹ്യൂഗ് ജാക്മാൻ തന്റെ യജമാനെ ആരോ ഒരാൾ കൊന്നു, ആരാണ് കൊന്നതെന്ന് പോലീസിനായിട്ട് അറിയിച്ചു കൊടുത്ത്. കാരണം നമ്മൾ ഒരു നാൾ മരിക്കും, ആടുകൾ വിചാരിക്കുന്നത് നമ്മൾ മരിക്കില്ല, നമ്മൾ മേഘങ്ങളായിട്ട് മാറും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അവർ ഇതുവരെ ജീവിച്ചു പോകുന്നത്. പിന്നെ അവർ റിയലൈസ് ചെയ്യുന്നു, നമ്മളൊരു നാൾ മരിക്കും, നമ്മൾ ഒരു നാൾ ഇവിടം വിട്ട് പോകും, നമ്മൾ ഒരു നാൾ എങ്ങനെയെങ്കിലും പോകും, നമ്മളും ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കില്ല എന്നുള്ള അവർ റിയലൈസ് ചെയ്യുകയാണ്. അത് എനിക്ക് തോന്നുന്നു അത് മനുഷ്യന് ആടുകൾക്ക് മാത്രമല്ല, മനുഷ്യന് എല്ലാവർക്കും അങ്ങനെയാണ്. അതായത് ഒരു ദിവസം നമ്മൾ മരിക്കും, എന്തായാലും ഒരാൾ മരിക്കും, അതിപ്പം മൃഗമായാലും ശരി മനുഷ്യരായാലും ശരി. ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടൊന്ന് എനിക്ക് ഭയങ്കര അതൊരു ഹാർട്ട് ബ്രേക്ക് ആയി. അതായത് എനിക്ക് അത് ഭയങ്കര ടച്ചായി. കാരണം അതാണ്, ആരൊക്കെ ആയിരുന്നാലും എന്തൊക്കെ ആയിരുന്നാലും ഒരു ദിവസം നമ്മൾ മരിക്കും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മിസ്റ്ററി മർഡർ ത്രില്ലർ പടമാണ് അത്. ഒരു കൊലപാതകത്തെ ആസ്പദമാക്കിയുള്ള ഒരു പടമാണ്. പക്ഷെ ആ ഒരു ഷീപ്പിനെ വെച്ച് അതെങ്ങനെ അവന്മാർക്ക് ഈ ഐഡിയ തോന്നുന്നു മനസ്സിലാവും. നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഒരു സൗണ്ട് കുറച്ച് നിങ്ങൾക്ക് സമാധാനമായിട്ട് നിന്ന് ഒരു സാറ്റിസ്ഫൈ ആയിട്ട് ഒരു ഇമോഷണൽ ആയിട്ട് ഒരു പടം നിങ്ങൾ കാണാം. നല്ലൊരു കിടിലം പടമാണ്. ആൻഡ് ഹ്യൂഗ് ജാക്മാൻ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, പുള്ളിക്കാരൻ വരുന്നതും സംസാരിക്കും, ആ വയസ്സിന്റെ ഇതിലും ആ ഒരു ഇതിൽ കാണിക്കുമ്പോ തന്നെ ഒരു ഓറ കാണിക്കുന്നുണ്ട് ഹ്യൂഗ് ജാക്മാൻ. വളരെ കിട്ടില്ല, നല്ല പടം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേക്ക്.